ഭീകരവാദികൾക്ക് മതമുണ്ട്, പ്ലീസ് ഡോൺ വൈറ്റ് വാഷ്. ഇതാണ് ജനം ടി വിയിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു പോസ്റ്റ്. ഇത് കണ്ടപ്പം 100% ഞാൻ ജനം ടി വിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞത് കറക്റ്റാണ്. ഭീകരവാദത്തിന് മതമുണ്ട്, അതായത് ഭീകരവാദത്തിന് പിന്നിൽ ഇസ്ലാം ആണെന്ന് പറയാൻ സാധിക്കണം. പിന്നെ ഒരു പ്രസ്താവന ഇതായിരുന്നു, മതം തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത്, അവിടെ മതമാണ് പ്രവർത്തിച്ചത്, അവിടെ വേറെ ഒന്നുമല്ല പ്രവർത്തിച്ചതെന്നാണ് ആരിഫ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ആദ്യം വെച്ച് തരാം. തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ തള്ളിമറിച്ച് നടക്കും. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? ഇവിടെ റിപ്പോർട്ട് പ്രകാരം കണ്ടത്, ചില വീഡിയോയിലൊക്കെ കണ്ടത്, നിങ്ങൾ മതം ഏതാണ് എന്ന് ചോദിച്ചിട്ട് ചില ആളുകളെ സ്പെയർ ചെയ്ത് വേറെ ചില ആളുകളെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊരു മതം തന്നെയായിരുന്നു അവിടെ പ്ലേ ചെയ്തത്. ഞാനൊരു ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി, തുണി പൊക്കി നോക്കിയും പേര് ചോദിച്ചും മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഇതിനകത്തൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ അതെ. അപ്പൊ അത് വരുമ്പോൾ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ മതമുണ്ട്, ആ മതം ഇസ്ലാമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. നിങ്ങൾ കേട്ടല്ലോ ആരിഫ് പറഞ്ഞ കാര്യം. അതെ, തീവ്രവാദത്തിന് മതമുണ്ട്, അത് ഇസ്ലാമാണ്. ഇസ്ലാം തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഞാൻ മറ്റൊരാൾ പറഞ്ഞതൊക്കെ ഏൽപ്പിച്ചിരുമ്പോൾ, നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഒരിക്കലും സംഘിയാണെന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിയുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്വയം തന്നോട് തന്നെ പുച്ഛം തോന്നും എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് സംഘിയാണെന്ന് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു തീവ്ര സാമൂഹ്യ നിരീക്ഷകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അതെ, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള സംഘിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്, പെഹൽഗാം തീവ്രവാദത്തിൽ മതമുണ്ട്, അതായത് പെഹൽഗാമിൽ നടന്ന തീവ്രവാദത്തിന് മതമുണ്ട്, അതാണ് മതം. അവിടെ മതം വരണം എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുള്ളൂ. മൂന്നാമതായിട്ട് നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി ഇന്ന് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ഇതിൽ പറഞ്ഞത്, ആ വന്ന തീവ്രവാദികൾ മതം ചോദിച്ചിട്ട് ഹിന്ദു ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ആളുകളെ കൊന്നത്. അത് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അത് ഞങ്ങളെന്നും ഞങ്ങളുടെ മനസ്സിലത് വെക്കും എന്നാണ് പറഞ്ഞത്. ആ ഒരു ക്ലിപ്പും കൂടെ നിങ്ങൾ കേൾക്കും. ഈ 26-27 പേരെ കൊല്ലുമ്പോൾ ഈ ഭീകരവാദികൾ ചോദിച്ചൊരു പ്രശ്നം, നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചു. അത് നമുക്ക് മനസ്സിൽ വെക്കണം. ഞാനിന്ന് ഒരു രാഷ്ട്രീയത്തിനല്ല പറയുന്നത്, ഇതൊരു ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ ആണ്. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഈ 3 പേരും സംസാരിച്ചതിൽ മതമാണ് അവർക്ക് പ്രശ്നം. അവിടെ ഈ പാവപ്പെട്ട ആളുകൾ മരിച്ചതോ അല്ലെങ്കിൽ ഇവരെ കൊന്നതോ ഈ പറഞ്ഞ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള, ഞാൻ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നത്, തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ കൊന്നു കളഞ്ഞിട്ടുള്ള ഈ പാവപ്പെട്ടവരുടെ ജീവനോ വേദനയോ ഒന്നുമല്ല. അവിടെ നമുക്ക് മതം കൊണ്ടുവരണം എന്ന് വളരെ സിമ്പിളായിട്ട് ഈ 3 പേര് പറഞ്ഞു കഴിഞ്ഞു.